ആ നല്ലതുപോലെ തിളച്ച്. ആ എന്തൊരു മണമാണ് തീ അടിക്കുന്നത്. കൂട്ടുകാരെ, മണം അടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. ഹായ് കൂട്ടുകാരെ, എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്, നമ്മൾ അതൊന്ന് കറി വയ്ക്കുകയാണ്. നമ്മൾ കല്ലിൽ അരച്ചാണ് ആ മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വിറകടുപ്പിലാണ് ഇത് വയ്ക്കുന്നത്. നമുക്ക് ഈ മീൻകറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എന്തായാലും ലൈക്ക് ചെയ്യുക. എവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കല്ലുപ്പിലാണ് കഴുകിയിരിക്കുന്നത്. 2 തവണ നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തല എടുക്കുകയാണ്. തല നമ്മൾ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. മത്തിത്തല ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടതും ഏത് രീതിയിൽ ഫ്രൈ ചെയ്താൽ രുചി കൂടുതൽ കിട്ടുമെന്നുള്ള വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതിൻ്റെ തല മാറ്റി വെച്ചിട്ട്, വലിയ മീനാണെങ്കിൽ നമുക്ക് 2ആയിട്ട് മുറിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തിട്ട് വരഞ്ഞിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. 2ആയിട്ട് മുറിച്ച് കൊടുക്കാം. തല നമ്മൾ എടുക്കുകയാണ്. ഇതൊക്കെ ഒന്നായിട്ട് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ചെറിയ കഷ്ണങ്ങൾ ചെറുതായിപ്പോൾ. ഇപ്പം കേടുള്ള മീനാന്ന് തോന്നുന്നു. കണ്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കൂട്ടുകാരെ, നമ്മൾ എല്ലാ മീനും അതിൻ്റെ തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കാം. കൂട്ടുകാരെ, നമ്മൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ കഷ്ണം, അതായത് 1 ഇഞ്ചിൻ്റെ നീളമുള്ള ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7-8 കഷ്ണം ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ അമ്മിയിൽ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുകയല്ല, നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അമ്മിയില്ലാത്തവർ മിക്സിയിലൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂട്ടുകാരെ, നമുക്ക് അരകല്ല്, ഞങ്ങളുടെ അവിടെ ഈ നാട്ടിലെ അമ്മിയെന്നും അരകല്ലെന്നും ഒക്കെ പറയും കൂട്ടുകാരെ. അരി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചെറിയ ഉള്ളി ഒന്ന് വെറുതെ ചതച്ചാൽ മതി. ആക്കാൻ ചതച്ചെടുക്കുക. ചെറിയ ഇടികല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ഇടിച്ചാലും മതി കൂട്ടുകാരെ. മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ വെച്ച് കൊടുക്കാം.
പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കാം. ഒന്നിച്ച് കോരിയെടുക്കാം. ഓരോന്നോരോന്ന് ചാച്ചെടുത്താലും നല്ലതാണ്. അത് വഴറ്റാനായിട്ട് കൂട്ടുകാരെ ചാച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടിയിലേക്ക് പോവാം. കൂട്ടുകാരെ, നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അതായിട്ട് നമുക്ക് കറിച്ചട്ടി വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, കറിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇവിടെ ആ പുളിവെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് അല്പം ഇട്ടാൽ മതി, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. അത് കഴിഞ്ഞ് നോക്കിയിട്ടിടാം. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ തീ ഇട്ട് കൊടുക്കാം.
കൂട്ടുകാരെ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കാം. ആ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഓരോന്ന് ഇട്ട് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള കഷ്ണങ്ങളാക്കുക. ഇത് ചെറിയ മീനായതുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല. വലിയ മീനൊക്കെ മാത്രമേ കഷ്ണങ്ങളാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കൂട്ടുകാരെ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കാം. ഏത് പരിവായെന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച്. എന്തൊരു മണമാണ് റെഡിയായിരിക്കുന്നത്. കൂട്ടുകാരെ മണം അടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് പറ്റുന്നിടം വരെ നമുക്ക് തീ ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ ഒരു രക്ഷയില്ല മണം അടിച്ചിട്ട്. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. വെള്ളമെല്ലാം പറ്റി കൃത്യമായിട്ട് നമ്മുടെ മീൻ താഴെയായിട്ട് വെള്ളമൊക്കെ എത്തി. നമുക്ക് ഇതിലേക്ക് ഒരല്പം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ കറിവേപ്പില ഇട്ടായിരുന്നു, എങ്കിലും അവസാനത്തേക്ക് ഒരു പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. എവർക്കും നന്ദി, നമസ്കാരം.